നമുക്ക് അണ്ടർ വാട്ടറിൽ നിന്ന് എടുത്ത് നോക്കാം. ഹലോ ഗായ്സ്, കുറേ ദിവസമായി നമ്മൾ ഫ്ലാറ്റിലെ സ്വിമ്മിംഗ് പൂൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് സ്വിമ്മിംഗ് പൂളിലെ കുറേ കാഴ്ചകളായിട്ടാണ്. അപ്പോൾ അതിൽ കിടന്ന് അർമാദിക്കുന്നതും മറ്റുള്ള കാഴ്ചകളും ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂള് തിരക്കില്ല, നല്ല ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളാണ്, തിരക്കില്ലാത്ത സ്വിമ്മിംഗ് പൂളാണ്. അതുപോലെ ഇവിടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂള്, ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ആഴം കുറഞ്ഞിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണിത്. അതുപോലെ ഇത് ജാക്കൂസിയാണ്, ഇത് വേറൊരു വൈബാണ്. നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാം. ക്യാമറയും കൂടി ചാടട്ടെ. അപ്പം നമ്മൾ ആര്യ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ക്യാമറയും കൂടി വെള്ളത്തിൽ ചാടട്ടെ. അങ്ങനെ ശ്രീനിവാസൻ പറഞ്ഞ പോലെ നമ്മൾ ക്യാമറയും കൂടി വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്വിമ്മിങ് പഠിച്ചത് നാട്ടിൽ നിന്നാട്ടാ. ചെറുപ്പകാലത്താണ് സ്വിമ്മിങ് പഠിച്ചത്. നമ്മുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തോടുകളിലും പാടങ്ങളിലൊക്കെ നല്ല വെള്ളമുള്ള സമയത്ത് അവിടെ ഈ വാഴത്തണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് സ്വിമ്മിങ് പഠിച്ചത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാടങ്ങളും അതുപോലെ പുഴകളൊക്കെ ഉള്ളത് കൊണ്ട് സ്വിമ്മിങ് പഠിക്കാൻ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ പഠിച്ചു. പിന്നെ നമ്മളെ നാട്ടിലുണ്ട് ഒരു പള്ളിക്കുളത്തിൽ പിന്നെ എല്ലാവർക്കും അവിടെ അലൗഡാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്വിമ്മിങ് പഠിച്ചു. അതുകൊണ്ട് എനിക്ക് സ്വിമ്മിങ് അറിയാൻ പറ്റും. അങ്ങനെ മലന്ന് നീങ്ങുമ്പോഴൊരു സുഖമല്ലേ, ഒരു വേറെ വൈബാണത്. ഡെയിലി നമ്മൾ സ്വിമ്മിങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു ആരോഗ്യം നിലനിർത്താൻ നല്ലതാണ് സ്വിമ്മിങ്. വേറെ പൂളുണ്ട് അതിന്, അവിടെ കിഡ്സ് പൂളുണ്ട്. അവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ ആഴം കുറഞ്ഞ പൂളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് നീന്തൽ പഠിപ്പിക്കാൻ നല്ല സുഖമാണ് അവിടെ. ആ കാരണം എങ്ങനെയുണ്ട് നമ്മളെ സ്വിമ്മിംഗ് പൂള്? ഒന്നും പറയാനില്ല, നല്ല നല്ല വൈബ്. മീൻസ് നമ്മളെ ഈ ഒരു ടോപ്പിലുള്ള ബിൽഡിങ്ങിന്റെ ടോപ്പിലുള്ള ഒരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം ഒരു ചെറിയൊരു ചൂട്, ഒരു ഇളം ചൂട്. യെസ്, അതെ അതെ, നല്ലൊരു ഇളം ചൂട്. നിനക്ക് നീ എവിടുന്നാണ് സ്വിമ്മിങ് പഠിച്ചിട്ടുള്ളത്? സ്വിമ്മിങ് പഠിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ചരിത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസിൻസ്, നമ്മുടെ ബ്രദേഴ്സ്, ഫഹീം, അങ്ങനെ കുറച്ച് പേര് നമ്മൾ ചെറുപ്പത്തിൽ ഇതേപോലെ കുറേ തോട്ടിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നിടത്തൊക്കെ നമ്മൾ ഇറങ്ങും. അങ്ങനെ എന്നും ഇറങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ നമ്മളെ തറവാട്ടിൽ കുളമുണ്ട്. അപ്പോൾ തറവാട് കുളം ഉണ്ടായപ്പോൾ നമ്മൾ അതിലിങ്ങനെ ഇറങ്ങാൻ ഓരത്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു ട്യൂബ് കിട്ടി ബസ്സിന്റെ. ഈ ട്യൂബ് കൊണ്ടുപോയി പഞ്ചറടച്ച്, അങ്ങനെ പഞ്ചറൊക്കെ അടച്ച് ഞങ്ങൾ ഈ ട്യൂബും കൊണ്ട് പഠിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആരും സപ്പോർട്ടിനൊന്നുമില്ല. പക്ഷെ തോട്ടിലോ ഒഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ആ ട്യൂബിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ ആ തോട്ടിൽ നിന്ന് കയറാത്ത കാലമായി, തോട് കുളം എന്നുള്ളൊരു കൺസെപ്റ്റ്.
ഇപ്പോഴും അതെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം പാടം, തോട്, വരമ്പ്, കുളങ്ങൾ. ഇവിടെ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഇതുപോലത്തെ കുളങ്ങൾ, നാട്ടിലെ പോലെ കുളങ്ങളും പാടങ്ങളൊക്കെ കിട്ടില്ല. പാടങ്ങളല്ല, കുളങ്ങൾ, പുഴകളൊക്കെ കാണണമെങ്കിൽ അത്ത ഭാഗങ്ങളിൽ പോകണം അല്ലേ? അത്ത പോകാൻ പറ്റും. വാദികളുണ്ട്. അല്ല, നമ്മൾ നീന്തല് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇവിടെ? കാരണം സ്വിമ്മിംഗ് പൂൾ ഉള്ള ആൾക്കാർക്ക് ഇവിടെ അതിന് ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇവിടെ യുഎയിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട് സ്വിമ്മിംഗ് പഠിക്കാനായിട്ട്. ഇവൻ നാട്ടിൽ പോലും ആ ഒരു സിറ്റുവേഷൻസ് ഒരുപാട് സ്റ്റാർട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട്, ടൗൺഷിപ്പുകളിലെല്ലാം. നമ്മുടെ അതിലൊക്കെ രസം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ നീന്തൽ പഠിക്കുന്നതിന്റെ ആഹാരമാണ്. സ്കൂളിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ എവിടെയും കിട്ടില്ല. ഞാൻ ചെറുപ്പത്തില് പിന്നെ വാഴത്തണ്ട്, അതേപോലെ നമ്മളെ തേങ്ങ കെട്ടിയിട്ട് നമ്മൾ വയറിൽ കെട്ടി വെക്കും. അപ്പൊ അങ്ങനെ നീന്തൽ പഠിച്ചിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. സ്വിമ്മിങ് കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് നല്ല, കാരണം ആരോഗ്യപരമായിട്ട് നല്ലൊരു, ശരിക്കും ഒരു സ്വിമ്മർ എന്ന് പറഞ്ഞാൽ അവർ അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കും അവരുടെ ബോഡി. അതുപോലെ തന്നെ ഏതൊരു ഘട്ടത്തിൽ അവർക്ക് സ്റ്റാമിന കാര്യങ്ങളെല്ലാം സ്വിമ്മിങ്ങിലൂടെ നമ്മൾ ഡെയിലി സ്വിമ്മിങ് ആണെങ്കിൽ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. വേറൊരു എക്സസൈസിന്റെ ആവശ്യം വരുന്നില്ല. ഡെയിലി കറക്റ്റായിട്ട് ഒരു മണിക്കൂർ നമ്മുടെ കൈകാലുകൾക്കെല്ലാം നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഏറ്റവും നന്നായി സ്വിം ചെയ്യുക എന്നുള്ളത്, ലോങ് ടൈം ഒക്കെ സ്വിം ചെയ്യുക, അതൊക്കെ ഒരുപാട് എഫക്റ്റീവാണ്. നല്ലൊരു, പക്ഷെ നമ്മളൊക്കെ മിസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതെന്നൊക്കെ പറയുന്നത്. നമ്മളൊരു ആർട്ടിഫിഷ്യൽ പൂളിൽ നമ്മൾ സ്വിം ചെയ്യുക, അതിലൊക്കെ ഒരു എത്രത്തോളം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ആ നീലക്കുളം, ചെങ്കൽ പടവുകള്, അതിലൂടെ ഇറങ്ങി ചെന്ന് ചെറിയ പരൽമീനുകളുടെ ഇടയിലൂടെ കാലും വെച്ച് അങ്ങ് മുങ്ങി നീങ്ങി അല്ല, അതാണ് യഥാർത്ഥ കുളം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിർത്തുന്ന ഒരു പൂള്. ഓക്കെ, നമുക്ക് സ്വിം ചെയ്യാം ആ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട്. ബട്ട് ആ ഫീല് കിട്ടണമെങ്കിൽ, പക്ഷേ ഇതില്ലാത്ത ആൾക്കാരില്ലേ ഒരുപാട്, ഇതിന് പറ്റാതെ, ഇതുപോലും പറ്റാത്ത ഒരുപാട് പേര് ഇവിടെ, എത്രയോ പേര് സ്വിം ചെയ്യാൻ. ഇപ്പൊ നമ്മളിവിടെ പാർക്കുകളില്ലേ, ഇപ്പൊ മുഷ്രിഫ് പാർക്ക്, മംസാർ പാർക്ക്, അങ്ങനെയുള്ളടത്തൊക്കെ ഇത് 10 ദിർഹംസ് 5 ദിർഹംസ് ഒക്കെയാണ് അവിടെ എൻട്രി ഫീസ്. അതും പോകാൻ പറ്റാത്തവരുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ പിന്നെ ബീച്ചുകളിലൊക്കെ പോയിട്ട് ഒരുപാട് ബീച്ച് ഉണ്ടല്ലോ ദുബായിലൊക്കെ. കാരണം അത് ബീച്ചാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ ദുബായിൽ. പിന്നെ സ്വിമ്മിങ്ങിന് ഇത് പഞ്ചല്ല, കാരണം ബീച്ച് ഇഷ്ടം പോലെ ഉണ്ട്. ബീച്ച് ഒരുപാടുണ്ട്. നമുക്ക് അണ്ടർ വാട്ടറിൽ നിന്ന് എടുത്ത് നോക്കാം. പുതുതായിട്ട് സ്വിമ്മിങ് പഠിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ടിപ്സ് തരാം കേട്ടോ. ഇതെങ്ങനെ പഠിക്കും? ഇപ്പോൾ നേരത്തെ ആദ്യം ഇതേപോലെ നമ്മൾ ഇടണം. ഇട്ടതിന് ശേഷം പൊങ്ങിക്കെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് പൊങ്ങിക്കിടന്നിട്ട് നമ്മുടെ കൈകൾ മൂവ്മെൻറ്റിന് വെച്ച്, അതേപോലെ തന്നെ കാലും, നമ്മുടെ കൈകൾ ഈ രീതിയിൽ പോകണം. നമ്മളെ മുന്നിലേക്ക് ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ കാലും നമുക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് കാലിൽ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യുക. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര ഞാൻ എണ്ണുമ്പോൾ നീ എത്ര സമയം നീ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കും എന്നാണ് കാണുന്നത്. അപ്പം നീ എത്ര മിനിറ്റ് അല്ല, നമുക്ക് എത്ര സെക്കൻഡ്സ് വേണ്ട, ഞാൻ എണ്ണാം. അപ്പോൾ എണ്ണുമ്പോൾ എത്ര സമയം നീ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കും എന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ സ്റ്റാർട്ട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21
23 വരെ. അപ്പോൾ അവന് 23 വരെ വെള്ളത്തിൽ മുങ്ങി എടുത്തുട്ടാ. അപ്പോൾ ഇനി ഞാൻ എത്ര എടുക്കും നോക്കാം. ഇത് പിടിച്ചാൽ അപ്പോൾ ഞാൻ മുങ്ങാൻ പോകണേ. 23 വരെയാണ് മുങ്ങി ഇടുന്നത് കേട്ടോ. 20 റെഡി. 1 2 3 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 വരെ അല്ലേ? ഓക്കെ. അപ്പോൾ അവനായിട്ട് സ്റ്റാമിന എനിക്കാണിട്ടുള്ളത്. നമ്മളെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഇൻചാർജുള്ള ആളാട്ടോ പുള്ളി. പുള്ളിയാണ് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഫുള്ള് ഇൻചാർജ്. आपका नाम क्या है? दीपक भाई ഏട്ടാ ഈ സ്വിമ്മിംഗ് പൂള് മൊത്തം നോക്കണത് കംപ്ലീറ്റ് ഇൻചാർജ്. ലൈഫ് ഗാർഡ് പുള്ളി. പുള്ളിയാണ് ഈ സ്വിമ്മിംഗ് പൂള് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. പുള്ളി എല്ലാവരും വരുന്നതും അതുപോലെ പോണതും എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പുള്ളിനെ അവിടെ നിയമിക്കുകയാണ്. പുള്ളിയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻചാർജ്. ഇത് ഇവിടെ വെള്ളമില്ല. ആ വെള്ളം വരുന്നില്ലേ? ആ വെള്ളം വരുന്ന അവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യത്. അപ്പോൾ നമ്മളെല്ലാ ഭാഗത്തും ഇതുപോലെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യണം. ഇങ്ങനെ അങ്ങോട്ടോട്ട് നീങ്ങി ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്ക് വാട്ടർ ഇങ്ങനെ പുഷ് ചെയ്യും, നല്ല പ്രഷർ ചെയ്യും. അത് വേറൊരു സുഖം തന്നെയാണ് കേട്ടോ. അല്ലേ? എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, അടിപൊളി. അതൊരു വെറൈറ്റി വൈബ് അല്ലേ? അത് നല്ല ഒരു നല്ല രസമുള്ള മസാജ്. പുറമൊക്കെ നമുക്ക് നല്ല നമ്മൾ പിന്നെ ഷോപ്പിംഗ് മാളിൽ അതുപോലൊക്കെ പോയാൽ നമ്മൾ ഒരു ചെയർ കിട്ടില്ല അവിടെ. ആ ചെയറിൽ 1 ദിർഹംസ് ഇട്ടിട്ട് നമ്മൾ മസാജിങ് ചെയറുണ്ട്. അതിലിട്ടിട്ട് നമ്മൾ ഓണാക്കുമ്പോൾ ആ ഫീലുണ്ട്. ആ ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അടിപൊളി അല്ലേ? ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു വെള്ളത്തിലൊന്ന് മുങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നിങ്ങൾ കണ്ടില്ലേ ചെയർ? ഈ ചെയറിലൊന്ന് പോയിട്ടൊന്ന് മലന്ന് കെടുക്കണം. ചെയർ ഇങ്ങോട്ട് നീക്കി നന്നായി ഒന്ന് മലന്ന് കെടുക്കണം. ആ മലന്ന് കെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഒരു വേറെ ലെവലാണ്.
ഗൈസ് അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ഒരുപാട് ടയേർഡായി, ഒരുപാട് നീന്തി. അപ്പോൾ അതല്ല അവരിപ്പോഴും കയറിയിട്ടില്ല കേട്ടോ, അതിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഞാൻ കയറി, ഇനി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.